ഇന്ന് എനിക്ക് നല്ല നേരം വൈകിയേ. ഇന്ന് നമ്മൾ കർക്കിടകത്തിൽ ഉലുവ പായസം ഉണ്ടാക്കൂലേ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നലെ നല്ല ചുമയായിരുന്നു, രാത്രി ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഇന്നൊരു 7:30 ഞാൻ എണീറ്റപ്പെട്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വയ്യാതൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് നേരെ വൈകി എണീക്കാൻ പറ്റുന്നത് വലിയൊരു ഇതാണ്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അതറിയാം. അങ്ങനെ പറ്റാത്തവർക്കുള്ള വിഷമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതും അറിയാം. ഇനിയിപ്പോൾ ഈ ഉലുവ പായസം കാണുമ്പോൾ വിചാരിക്കേണ്ട ഞാൻ വീഡിയോയിലിടാൻ വേണ്ടി മാത്രം എടുത്താണെന്ന്. ഞാനിത് കർക്കിടകമാകുമ്പോൾ ഉണ്ടാക്കാറുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. അതിപ്പോൾ എൻ്റെ വീട്ടിലാവുമ്പോൾ അമ്മ മിക്കവാറും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കുറേ കുറവാണ്. ഏട്ടൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി കുടിക്കാറുള്ള സാധനം തന്നെയാണ്. പക്ഷേ വീഡിയോസിലൊന്നും ഞാൻ വല്ലാണ്ട് എടുക്കാറില്ല. ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഇങ്ങനെ ആക്റ്റീവായി നിൽക്കണോണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. കർക്കിടകം ഒന്നിനായാലും വൃശ്ചികത്തിലാണെങ്കിലും അതിലിടയ്ക്കൊക്കെ ആണെങ്കിലും എല്ലാത്ത ടൈമിലുകൾ ആണെങ്കിലും എനിക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണ്. ഞാനൊരു ഭയങ്കര ഭക്തയല്ല, ഒരു പാകത്തിനുള്ളൊരു ഭക്തി എനിക്കുണ്ട്, വിശ്വാസമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാനിത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ, കഴിഞ്ഞ കർക്കിടക ഒന്നിന് ഞാൻ അമ്പലത്തിൽ പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരാളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് നമ്മളെ അടുത്തുള്ള ഒരാളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ അമ്പലത്തിൽ പോയത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ അമ്പലത്തിൽ പോയത് എന്ന്. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ചിരവി തേങ്ങാപ്പാലൊക്കെ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുള്ള ഉലുവ ഒരു രണ്ട് വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കി. നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അരച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ജാസീൻ്റെ ഫേസ് മാസ്കിൻ്റെ ടിപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് കുറച്ചെടുത്തിട്ട് പാല് മിക്സ് ചെയ്തിട്ട് എൻ്റെ മുഖത്ത് തേക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും കർക്കിടകമല്ലേ, കർക്കിടകത്തിൽ നമ്മളെ തന്നെ നമ്മുടെ ആരോഗ്യമാണല്ലോ മുഖ്യം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പലതും കർക്കിടകത്തിൽ ചെയ്യണത്. അപ്പോൾ ഇതും കൂടിയാണ് കിടക്കട്ടെ വിചാരിച്ചുട്ടാ. അപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഉലുവയിലേക്ക് തേങ്ങാപ്പാലും പിന്നെ ശർക്കര പാനിയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് തിള വരുന്നേക്കാളും മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. നെക്സ്റ്റ് പരിപാടി ഓട്സ് ഉണ്ടാക്കലാണ്. ഇതിക്ക് ഉച്ചയ്ക്കൊക്കെയാണ് കേട്ടോ. ഞാനിന്ന് ചോറൊന്നും വെക്കാൻ നിന്നിട്ടില്ല. ഒന്നാമത് വയ്യ, ഭയങ്കര ചുമയൊക്കെ ആയിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എണീക്കാൻ നേരം വൈകി. അപ്പോൾ പിന്നെ ചോറൊന്നും ആക്കാൻ നിന്നിട്ടില്ല. നന്ദുട്ടനെ ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കും. അപ്പോൾ ഓരവിടെ നിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടോളും. എനിക്ക് ഉച്ചയ്ക്ക് ഓട്സ് ആക്കി. നന്ദുട്ടൻ എന്താ ഉപ്പുമാവും പപ്പടവും പഴം കൂടി കഴിക്കുകയാണ്. അപ്പം ഞാനതെടുത്ത് കളഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു അപ്പത്തെ ഒരു മാറ്റം, കുറച്ച് കളർ വെച്ച പോലൊക്കെ ഫീൽ ചെയ്തിട്ടാണ്. എൻ്റെ മുഖത്ത് നിറച്ച് കുരു വന്നതിൻ്റെ പാടാണ്. ഞാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ടാണ്. എനിക്കിങ്ങനെ മുഖത്ത് നിറച്ച് കുരു വന്നതിൻ്റെ പാടും പോസും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇതാട്ടോ. ഞാനത് ചെറുപ്പത്തിലേ ശ്രദ്ധിച്ചില്ല. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയാണെങ്കിലും അത് വിട്ടുപോയി. എന്താ പറയുക, നിറച്ച് കുരുകൾ വരുമ്പോൾ ഞാൻ പൊട്ടിച്ച് കളയായിരുന്നു. അതുകൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ ആയത് കേട്ടോ. അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ മരിച്ചാലേ ഇനിയിപ്പോൾ അത് പോവുള്ളൂ. അപ്പോൾ ഉലുവ പായസം ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ധൈര്യപൂർവ്വം എല്ലാവർക്കും ഇത് കൊടുക്കുക. അപ്പോൾ ഞാനതായിട്ട് വീട്ടിലേക്ക് വന്നിട്ടാണ്. നന്ദുട്ടനെ ഇവിടെ ആക്കണം. നന്ദുട്ടൻ മുന്നേ വന്നിവിടെ, ഞാനിങ്ങോട്ട് കയറാക്കാട്ടി മുന്നേ നന്ദുട്ടൻ ഇവിടെ വന്നിട്ട് ഇരുന്നതാണ്. അലമോള് ഇതാ TV കണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് വീട്ടിലേക്ക് കൊടുത്ത്, പിന്നെ നമ്മുടെ തൊട്ടടുത്ത ചേച്ചിക്കും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരപ്പോഴത്തേക്ക് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്ത് അമ്മനോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അമ്മയും പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കുറച്ച് അച്ഛനും കൊടുത്ത്, അച്ഛനും കഴിച്ച്. പിന്നെ അത് നന്ദുട്ടന് കൊടുക്കാൻ പറ്റില്ലല്ലോ, കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛനും നോക്കിയപ്പോൾ അച്ഛനും പറഞ്ഞ് അടിപൊളിയാന്ന് കേട്ടോ. അങ്ങനെ അമ്മുവും കഴിച്ച് നോക്കി, അമ്മുവും പറഞ്ഞ് രസമുണ്ടെന്ന്. പക്ഷെ ഉണ്ടല്ലോ എൻ്റെ അനിയൻ അടുത്ത് വായിക്ക് വെച്ച പാട് ഒരു തീരെ ഇഷ്ടമായില്ല കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വേഗം കുടിച്ചിട്ടോ മറ്റാൾ. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇഷ്ടാവില്ല, ഈ ഉലുവേൻ്റെ. പക്ഷെ ഇഷ്ടമുള്ളവർ ഉണ്ടാവും, ഇഷ്ടമില്ലാത്തവർ അധികം ഉണ്ടാവും, അങ്ങനെയാണ്. അപ്പോൾ ഞാനിത് അലമോളൊക്കെ എടുത്ത് നിൽക്കാം. ഇനിയിപ്പോൾ ടൈമില്ല, വേഗം കടയ്ക്ക് പോകണം. ഞായറാഴ്ച ആണെങ്കിലും ഇന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. നെക്സ്റ്റ് വ്ളോഗായിട്ട് വേഗം വരാം കേട്ടോ. പറ്റിക്കല്ല, ഞാൻ വരും, വേഗം വരും കേട്ടോ. അപ്പോൾ ബൈ.
അച്ഛനിപ്പോൾ കുറേയൊക്കെ ഓക്കെ ആയി. എല്ലാവരും ചോദിക്കാറുണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് എന്നൊക്കെ. ഇപ്പോൾ ആൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സെറ്റാണ്. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.